കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ശ്രീ ഡോക്ടർ രജിത് കുമാറിൻ്റെ ജനനം. ബാല്യത്തിൽ അച്ഛനെ വിട്ടുപിരിഞ്ഞ ഡോക്ടർ രജിത് കുമാറിന് അമ്മയായിരുന്നു താങ്ങും തണലും. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥിച്ചതും കഷ്ടപ്പെട്ടതും തൻ്റെ മകൻ ഒറ്റപ്പെട്ടു പോവാതെ വലിയ നിലയിൽ എത്തിച്ചേരണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇന്ന് ഡോക്ടർ രജിത് കുമാറിനെ ജനമറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ മനസ്സ്. തൻ്റെ വരുമാനത്തിൽ നിന്ന് ഏറിയ പങ്കും ദരിദ്രർക്ക് പങ്കുവയ്ക്കുന്ന ഈ മനുഷ്യൻ സമൂഹത്തിനും വലിയ മാതൃകയാണ്. ജീവിതാനുഭവങ്ങളും ബൈബിൾ തൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും ഡോക്ടർ രജിത് കുമാർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. നമസ്കാരം, ഞാൻ ഡോക്ടർ രജിത് കുമാർ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിലാണ്. പക്ഷെ ജനിച്ചത് വർക്കല. അമ്മ, അച്ഛൻ എല്ലാവരും അത് വളരെ പ്രാധാന്യത്തോട് പറയും. പക്ഷേ ഞാൻ കൂടുതൽ പ്രാധാന്യം അമ്മയ്ക്കാണ് കൊടുക്കുക. 99% അമ്മയ്ക്കാണ് കൊടുക്കുക. കാരണം അവരുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു, 2 കമ്മ്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഞാൻ ജനിച്ച് കഴിയുമ്പോൾ തന്നെ ഫാദറിനെ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. അപ്പം അതിനുശേഷം പിന്നെ ഓർമ്മ വെച്ച കാലത്തൊന്നും ഞാൻ അമ്മയോട് അച്ഛനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയോ പേരോ ഞാൻ ഫാദറിൻ്റെത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നുള്ളതാണ്. കാരണം അമ്മ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും പിന്നെ വർക്കല ഗവൺമെൻറ് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിരുന്നു. അവിടെ വച്ചിട്ടാണ് എൻ്റെ ജനനം സംഭവിക്കുന്നത്. പിന്നെ അമ്മ ഞാനേന്ന് പറഞ്ഞ് ജീവിച്ചത്. അമ്മ ഭയങ്കര സുന്ദരിയൊക്കെ ആയിരുന്നു. പക്ഷെ പഠിത്തം, വിദ്യാഭ്യാസം ചെറിയ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ചുമ്മാ തമാശ കളിയാക്കി പറയും, 5ാം ക്ലാസ്സും ഗുസ്തിയുമാണ് അമ്മ. അപ്പോൾ എൻ്റെ ഫാദറും അധികമൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. ഹാർഡ് വർക്കറാണ്, ഒരു വാശി വന്നാൽ ഹാർഡ് വർക്കറാണ്. പക്ഷേ എന്നാലും സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അത്ര വലിയ ടോപ്പ് പെർഫോമറല്ല. കണക്കാണ് പണ്ടേ. കാരണം ഇത്തിരിയൊക്കെ ബ്രില്യൻസ് അല്ലെങ്കിൽ ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ കണക്ക് സബ്ജക്റ്റ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഒക്കെ ഈസി ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ പാരൻസിന് പഠിച്ച അത്രയും എഫേർട്ട് എടുത്തുള്ള ആ ക്യാരക്ടറിൻ്റെ ജീനുകളെ ഉണർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ആക്ടിവേറ്റഡ് ജീൻ കിട്ടാത്തതെന്ന് ഇന്നറിയാം. കാരണം ഞാൻ ഒറ്റയടിക്ക് മുകളിലേക്ക് കയറി വരികയാണ്. ഇന്ന് എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയും എൻ്റെ എംഫിൽ സൈറ്റോജെനറ്റിക്സുമാണ്. സൈറ്റോജെനറ്റിക്സ്, ജീൻ, DNA, ക്രോമസോം, അതിലാണ് ഞാൻ എംഫിൽ A ഗ്രേഡോടുകൂടി കേരള യൂണിവേഴ്സിറ്റി പാസ്സായത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കുന്നത് ആ ജീനിൻ്റെ ആക്ഷനാണ് ഒരു കുട്ടിയുടെ ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്നത്. കാരണം ആക്ടിവേറ്റ് ചെയ്ത് വിട്ടാൽ, ഇപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പാരൻസ് ഉണ്ടാവും, പുതിയ തലമുറ കുട്ടികളുണ്ടാവും. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പുതിയ തലമുറ കുട്ടികൾക്ക് വേണ്ടിയാണ്. കാരണം അവർ വിചാരിച്ചാൽ അടുത്ത തലമുറയെ സൂപ്പറായിട്ട്, ബ്രില്യൻ്റായിട്ട് സൃഷ്ടിക്കാൻ പറ്റും. അതിൽ വളരെ സിമ്പിൾ ആയിട്ട് വിശുദ്ധ ബൈബിളിൽ യേശുദേവൻ അത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ല മരത്തിൽ മോശപ്പെട്ട പഴങ്ങളോ മോശം മരത്തിൽ നല്ല പഴങ്ങളോ പിടിക്കില്ല എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ തന്നെ നല്ല മരമായി വളരാൻ ശ്രമിക്കണം. ചിലപ്പോൾ അവിചാരിതമായി ഇപ്പോൾ തർക്കത്തിലൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകൾ തർക്കിച്ചിട്ടുണ്ട്. എന്താ നല്ല മരത്തിൽ മോശം മരത്തിൽ നല്ലത് പിടിച്ചുകൂടാന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ മരത്തിനൊരു മാറ്റം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ജനറലി പറയുമ്പോൾ നമ്മളൊരു നല്ല മരമായി വളരുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പാരൻസ് പഠന കാര്യത്തിൽ നല്ല മരമായി അല്ലെങ്കിൽ ഹാർഡ് വർക്കറായിട്ട് കൂടുതൽ പഠിക്കാൻ ഉള്ള എഫേർട്ട് എടുത്തില്ല. അതുകൊണ്ട് അതിൻ്റെ സ്ട്രെയിൻ എനിക്ക് എടുക്കേണ്ടി വരും, മക്കൾക്ക് എടുക്കേണ്ടി വരും. പക്ഷെ മക്കളത് എടുത്തേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ മക്കൾ
വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പോകണമെങ്കിൽ ഈ യൂത്ത് ന്യൂജൻ പാരൻസ് അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ കഴിവുകളെ ഉണർത്തിയിട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വരുന്ന മക്കളെ, ഓരോ തലമുറയിലും വരുന്ന മക്കളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു ജനറൽ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നമ്മൾ ടീച്ചേഴ്സിൻ്റെ മക്കളെ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മക്കളെ, അല്ലെങ്കിൽ ബാങ്കിൽ ജോലിയുള്ള ബാങ്ക് എംപ്ലോയീസ്, കണക്കൂട്ടാൻ കഴിവുള്ള ആ മക്കളെ, അങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് പാരൻസിൻ്റെയൊക്കെ മക്കളെ നോക്കിയാൽ അവർക്ക് കട്ടിയുള്ള സബ്ജക്ട്സ്, മാത്തമാറ്റിക്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും കുറച്ച് സമയം മതി പെട്ടെന്ന് മനസ്സിലാവാനും പെട്ടെന്ന് പഠിച്ചു പോകാനും. ആ മക്കൾ പിന്നെ സ്വയം ഒരു ഉഴപ്പരാകുന്നെങ്കിൽ മാത്രമേ അത് നഷ്ടപ്പെടത്തുള്ളൂ. പക്ഷേ അവർക്ക് കുറച്ച് സമയം മതി. ഇതെനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ടീച്ചറിൻ്റെ മകൻ പരീക്ഷ ആകുന്ന അടുത്ത് വരെയും ഉഴപ്പിക്കറങ്ങി നടക്കും. അപ്പം ഞാനും അവനോടൊപ്പം കൂട്ടുകൂടി ഞങ്ങൾ കറങ്ങി അടിച്ച് നടക്കും. ലാസ്റ്റ് സമയമാകുമ്പോൾ ഇത്തരം കുട്ടികൾ എന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ മക്കൾ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് പാരൻസിൻ്റെ മക്കൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കും. ആ സമയത്താണ് പൊട്ടരായ എന്നെപ്പോലെയുള്ളവർ ആ സമയം കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. പക്ഷെ പണ്ട് എനിക്കിത് കൂടുതൽ അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിന്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു +2 പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി മെഡിസിൻ MBBS എടുക്കുക എന്നുള്ളത്. കാരണം എൻ്റെ അമ്മ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആയിരുന്നു. അപ്പോൾ രോഗികളുടെ കഫം, മലം, മൂത്രം അതൊക്കെ എടുക്കുക, അവർക്ക് കുക്കിംഗ്, അവർക്ക് ഫുഡ് കൊടുക്കുക, ബ്രെഡ്, പാല്, മുട്ടായി കൊടുക്കുക. ലാസ്റ്റ് ഗ്രേഡ് ഗവൺമെൻറ് സെർവൻ്റ് തന്നെയായിരുന്നു. അതിലൊരു ചെറിയ വരുമാനത്തിലാണ് വളർന്ന് കയറി വന്നത്. എൻ്റെ സ്കൂൾ ക്ലാസ്, LP സ്കൂൾ എന്ന് പറയുന്നത് 1ാം ക്ലാസ് 2ാം ക്ലാസ് ഞാൻ പഠിക്കുന്നത് വർക്കല GLP സ്കൂൾ, ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അങ്ങനെ അധികം വലുതായിട്ട് ഓർക്കാനൊന്നും ഇല്ലെങ്കിലും കളിയിലൊക്കെ ഞാൻ മുൻപിലായിരുന്നു. അപ്പം ഇന്നും എന്നെ വേദനിപ്പിക്കുന്നതും എൻ്റെ മെമ്മറിയിൽ ഓർമ്മയുള്ളൊരു സംഭവമുണ്ട്. സ്കൂൾ സ്പോർട്സ് നടക്കുന്ന സമയത്ത്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, സ്കൂളിൻ്റെ ഡേ ആഘോഷ ദിവസത്തിൽ അന്ന് ഈ പുന്നയ്ക്ക പറക്കി വയ്ക്കുന്ന മത്സരമുണ്ട്. എന്ന് വെച്ചാൽ വട്ടം 10 വട്ടം നീളത്തിലിട്ടിട്ട് ഓരോ റൗണ്ടിലും ഒരു പുന്നയ്ക്ക, അടുത്തതിൽ 2 എണ്ണം, അടുത്തതിൽ 3 എണ്ണം, ഇങ്ങനെ നിരത്തി വയ്ക്കും. നമ്മൾ ഒരു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിയൊന്ന് ഒരു വട്ടത്തിൽ നിന്ന് ഒന്നെടുത്ത് തിരിച്ചു കൊണ്ട് വെച്ചിട്ട് അടുത്ത ഓടിയൊന്ന് രണ്ടാമതെടുത്ത് തിരിച്ചു, അങ്ങനെ 10 വട്ടത്തിൽ നിന്ന് ഇതെല്ലാം വാരി കൊണ്ടുവയ്ക്കണം. നമ്മൾ ബിഗ് ബോസിൽ ചില ഗെയിമുകൾ കൊടുക്കുന്നത്, അത് ഞാൻ എൻ്റെ 1ാം ക്ലാസ്സിൽ കളിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഞങ്ങൾ നിരന്ന് നിന്നാണ് ഓടിയത്. ഫസ്റ്റിൽ ഞാൻ തന്നെയായിരുന്നു എല്ലാം പറക്കി കൊണ്ടുവച്ചു. പക്ഷേ പറക്കി കൊണ്ടുവച്ചിട്ട് കഴിയുമ്പോൾ കൈ പൊക്കണമെന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ഈ പറക്കൽ, കൊണ്ടുവയ്ക്കൽ, ഈ സ്പിരിറ്റിൽ കൈ പൊക്കാനായിട്ട് ഞാൻ മറന്നുപോയി. പിന്നെ കൈ പൊക്കിയത് വർക്കല, അന്ന് SR സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ പഠിച്ചിരുന്നു. പുള്ളിയാണ് ആദ്യം കൈ പൊക്കിയത്. അങ്ങനെ അന്ന് സമ്മാനമായി കൊടുത്തത് ഒരു സ്പൂണായിരുന്നു. അത് പുള്ളി കൊണ്ടുപോയി, എനിക്കത് കിട്ടിയില്ല. നമ്മൾ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ എപ്പോഴും മറക്കില്ല, അത് ഓർമ്മ അതിലെങ്ങനെ കിടക്കും. അങ്ങനെ ഒരു നഷ്ടത്തോടു കൂടിയാണ് 1ാം ക്ലാസ്സിലെ സ്പോർട്സ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 2, പിന്നെ അമ്മയ്ക്ക് ചിറയൻകീഴ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങൾ ആറ്റിങ്ങലിലേക്ക് മാറി. ആറ്റിങ്ങലിൽ വന്നപ്പോൾ ആറ്റിങ്ങൽ GVRM UPS എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്, കിഴുവിലം GVRM UPS സ്കൂളിലാണ് ഞാൻ പിന്നെ 3ാം ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്.
ആദ്യം ആറ്റിങ്ങലൊരു വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. പിന്നെ അമ്മ ചെറിയൊരു ഒരിടം വാങ്ങിച്ചു. പിന്നെ പതുക്കെ അമ്മ തന്നെയാണ് വീട് കെട്ടിയത്. പിന്നെ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് UP സ്കൂളായിരുന്നു, അത് 7ാം ക്ലാസ് വരെ, GVR UPS. അവിടെ എൻ്റെ LP സ്കൂളിൽ ശാരദ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ടീച്ചർ സ്കൂളിൽ പോകുമ്പം എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അമ്മ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ടീച്ചർ. അതുപോലെ തന്നെ UP സ്കൂളിലും ഓർക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാർ സോമശേഖരൻ എന്ന് പറയുന്ന സാറായിരുന്നു. സാർ ഇപ്പോൾ പോയി. പിന്നെ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. എന്നാലും പഠിക്കുന്ന സമയത്ത് നീ പഠിക്കണം എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഈ സോമശേഖരൻ നായർ സാറായിരുന്നു. പക്ഷെ സാറിൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. എനിക്ക് കുറേ കിഴുക്ക് കൈ നിറയെ കിട്ടിയിട്ടുണ്ട്. മാത്സിൽ ഞാനും കണക്കായിരുന്നു അന്ന്. പിന്നെയാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് വന്നത്. ഈ UP സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ മുമ്പിൽ തന്നെ വരും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കൂടെ ബാക്കി പഠിക്കുന്ന കുട്ടികൾ പലരും പഠിത്തത്തിൽ പിന്നിലോട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ 2-3 പേരിലൊക്കെ ഒരാളായിട്ട് വരുമായിരുന്നു. അല്ലാതെ ഒരു കൺസിസ്റ്റൻ്റ് ഹാർഡ് വർക്കർ ടോപ്പ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോൾ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പല സ്കൂളുകളിൽ നിന്ന് പഠിക്കാൻ മിടുക്കരായ കുട്ടികളാണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചെറിയ അവസ്ഥ വന്നു. അങ്ങനെ ആറ്റിങ്ങൽ ബോയ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോഴും ട്യൂഷന് പോയി തുടങ്ങി. അപ്പോഴാണ് ഫിസിക്സ് മാത്സ് ഒക്കെ കുറച്ച് കടുപ്പമായതുകൊണ്ട് അമ്മ ചെറിയൊരു ട്യൂഷനൊക്കെ വിട്ടു. അങ്ങനെ ട്യൂഷനൂടെയൊക്കെ പോയി പഠിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ സ്കൂൾ ഫസ്റ്റിലേക്കുള്ള കുട്ടികളുടെ എടുക്കുമ്പോൾ ആദ്യത്തെ 10 പേരിൽ ഒരാൾ ഞാൻ എത്തും എന്നുള്ള ധാരണ എനിക്ക് ഉണ്ടായിരുന്നു ആദ്യത്തെ ഓണപരീക്ഷയിൽ. കാരണം ഫിസിക്സിന് അവിടെ കുറേ അധ്യാപകരും ഉണ്ട്. ജയകുമാർ സാറ്, റിസ സാർ, മുഹമ്മദ് റിസ സാറ്, സേതുഭായി ടീച്ചർ, അങ്ങനെ അത്രയും നല്ല സ്നേഹത്തോടെ എന്നെ നോക്കിയിട്ടുള്ള ടീച്ചേഴ്സാണ്. എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വലിയ കുരുത്തക്കേടൊന്നും ഞാൻ അങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ ഫിസിക്സ് പരീക്ഷയിൽ എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. 45-ന് 43 മാർക്കായിരുന്നു. 50ൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓണപ്പരീക്ഷ 10ാം ക്ലാസ്സിൽ. പക്ഷേ 5 മാർക്കിന് പഠിപ്പിക്കാത്ത ഉണ്ടായിരുന്നുകൊണ്ട് 45-43 കിട്ടി. അപ്പോൾ എൻ്റെ ക്ലാസ്സിനകത്ത് പഠിക്കാൻ മിടുക്കനായ പിള്ളേരുണ്ട്. അതിലൊരാളുടെ പേരുണ്ട്, ഞാൻ പറയുന്നില്ല, ആ പേര് പറയുന്നില്ല. എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള തന്നെയാണ്. പുള്ളിക്ക് എന്നെക്കാൾ കുറവായിരുന്നു. പുള്ളി ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു ഫസ്റ്റും വെച്ചുകൊണ്ടിരിക്കുക, 45-43. പക്ഷെ പുള്ളി ഭയങ്കര പൊട്ടിക്കരച്ചിലും. അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പുള്ളി തന്നെ ടോപ്പായി. അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് തിരുവനന്തപുരം MG കോളേജിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റുഡൻസ് ഉള്ളിൽ അടിച്ച് പൊളിച്ച് ചെന്നു. പക്ഷെ പോകുമ്പോൾ എനിക്കൊരു കൺസെഷൻ കാർഡ് മാത്രം, പിന്നെ അമ്മ വീട്ടിൽ നിന്ന് ചോറ് പൊതി തന്നുവിടും. ഇതും കൊണ്ടാണ് പോകുന്നത്. പോക്കറ്റിലിടാൻ ഒരു നയാ പൈസ ഉണ്ടാവാറില്ല. വല്ലപ്പോഴും കൂടി 1 രൂപയോ 2 രൂപയോ കിട്ടിയാൽ ഭാഗ്യം അതുണ്ടാവും. കാരണം കൺസെഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ കുടുക്കയിൽ കുറച്ച് ചില്ലറയൊക്കെ ഇട്ട് സൂക്ഷിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടുക്കയിൽ നിന്ന് ചോർത്തിയെടുത്ത് കൂടെ ഞാൻ കൊണ്ടുപോകും. അതുകൂടെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കൂട്ടുകാർ തിരുവനന്തപുരത്ത് കോളേജിൽ പോകാതെ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് സിനിമ കാണാൻ പോകും. ശ്രീകുമാർ തിയേറ്റർ, കൽപ്പന, അന്ന് കേശവദാസപുരത്ത് കൽപ്പന എന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ആ കൽപ്പന തിയേറ്റർ, അങ്ങനെ തിരുവനന്തപുരത്തുള്ള പല തിയേറ്ററുകളിലും കട്ട് ചെയ്യുക, കറങ്ങുക, സിനിമ കാണുക, ആ പരിപാടിയേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നും അന്ന് പിന്നെ ഈ ലഹരി അങ്ങനെയുള്ള സംഗതികളൊന്നും കോമൺ അല്ല, ഇല്ലാത്തതുകൊണ്ടും പൈസ ഇല്ലാത്തതുകൊണ്ടും അതിനൊന്നും പോയില്ല. പക്ഷെ സിനിമ തലയിൽ സിനിമ ഭയങ്കരമായിട്ട് പിടിച്ചിരുന്നു. അപ്പം ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 5ാം ക്ലാസ്സിൽ ഈ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞ കിഴുവിലം GVR UPSലായിരുന്നു. അന്ന് ഞാൻ 7ൽ പഠിക്കുന്ന 2 കുട്ടികളുടെ മകനായിട്ട് 5ലോ 4ലോ പഠിക്കുന്ന സമയത്താണ് ആദ്യം സ്റ്റേജിൽ കയറുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. കൊച്ച് ഒരു മൊമെൻ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ വന്നപ്പം സ്റ്റേജിൽ നല്ല പെർഫോമറായിട്ട് കയറി. ഞാൻ മിക്കതിനും കയറും. പദ്യപാരായണം, മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്, ഇങ്ങനെ പല പരിപാടികൾക്കും കയറി സ്റ്റേജിൽ. ആദ്യം കുറേ അറപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ പിന്നെ എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്, 2nd 3rd ഏതോ ഒന്നിനെങ്ങാണ്ട് ഫസ്റ്റ് കിട്ടി സ്കൂളിൽ.
അങ്ങനെ ആ ഒരു കലാബോധം അല്ലെങ്കിൽ കലാവാസന എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. സിനിമ മിക്കവാറും ഒക്കെ കാണും. വീട്ടിൻ്റെ അടുത്ത് ഗൗരി എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററുണ്ട്. അത് അമ്മ തന്നെ കൊണ്ടുപോകും. അമ്മയോട് ഞാൻ പറയും. അപ്പം അങ്ങ് പറയുമ്പോൾ അന്നത്തെ വടക്കൻ വീരഗാഥ ടൈപ്പിലുള്ള ഉണ്ണിയാർച്ച, തച്ചോളി ഉദയനൻ, ചന്തു, പിന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ആ തിയേറ്ററിൽ വരുന്ന എല്ലാ സിനിമകളും വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് പോയി കാണും. അവിടെ നസീർ സാറിൻ്റെ, ജയൻ സാറ്, ഉമ്മർ സാറ്, ആ സമയങ്ങൾ ഷീല അമ്മ, എൻ്റെ ജയഭാരതി, അങ്ങനെ ആ പാറ്റേണുകളിൽ സിനിമ കാണും. സിനിമ എനിക്ക് അന്നേ ക്രൈസാണ്. അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രിക്ക് കോളേജ് ക്ലാസ് കട്ട് ചെയ്ത് സിനിമാ കറക്കങ്ങളായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലം വന്നു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് സമയത്ത് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നു. 8 നിലയിൽ പൊട്ടി. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് 70-ന് 2 മാർക്കായിരുന്നു. നിധി കൂടുതലെല്ലാം പറയണം. അങ്ങനെ എൻ്റെ ഫിസിക്സ് പൊട്ടി, കെമിസ്ട്രി പൊട്ടി. ആകെ ബയോളജിക്ക് മാത്രം ഒരുവിധം നല്ല മാർക്കുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ബയോളജി സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പൊട്ടിയപ്പം പണി പാളി എന്നെനിക്ക് മനസ്സിലായി. പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ഒരുവിധം ഒരു സെക്കൻഡ് ക്ലാസ് മാർക്ക് അടുപ്പിച്ചുള്ള തട്ടിക്കൂട്ടൽ മാർക്കോടുകൂടി പ്രീ ഡിഗ്രി പാസ്സായി. പക്ഷേ പിന്നെയാണ് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാതായി എന്ന് മനസ്സിലായി. 4 പ്രാവശ്യം മെഡിസിൻ്റെ എൻട്രൻസ് എഴുതി. അമ്മയുടെ ആഗ്രഹം വെച്ചുകൊണ്ട് എൻട്രൻസ് എഴുത്ത് തന്നെയാണ്. പക്ഷേ സബ്ജക്റ്റ് അറിഞ്ഞുകൂടാത്തവന് എവിടെയാണ് മെഡിസിൻ അഡ്മിഷൻ കിട്ടുക? അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രിക്ക് അവിടെ മാർ ഇവാനിയസ് കോളേജിൽ ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ കിട്ടുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ്, അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മാർ ഇവാനിയസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ്. ആക്ച്വലി എന്നെപ്പോലെ മാർക്ക് കുറഞ്ഞ ഒരു വ്യക്തിക്ക് മാർ ഇവാനിയസ് കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. 2 തട്ടിക്കൂട്ടിയ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ അലമ്പ് പരിപാടികളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസാണ്, ആ കാറ്റഗറി ആണെന്നുള്ളതുകൊണ്ട് തന്നെ മാർ ഇവാനിയസിൽ അഡ്മിഷൻ പലപ്പോഴും പ്രീ ഡിഗ്രിക്ക് 600-ന് 10ാം ക്ലാസ്സിൽ 600-ന് 580, 575, 590, അങ്ങനെ അത്രയും ഹൈ മാർക്ക് വാങ്ങിക്കുന്ന ഭയങ്കര ഹാർഡ് വർക്കറും ബ്രില്യൻറ്റും ആയിട്ടുള്ള കുട്ടികളാണ് മാർ ഇവാനിയസ് കോളേജിൽ. അപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയം വന്നപ്പം റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് കൊട്ടാരത്തിൽ എന്ന് പറയുന്ന അച്ഛൻ, അദ്ദേഹമായിരുന്നു മാർ ഇവാനിയസിൽ അന്ന് പ്രിൻസിപ്പലായിരുന്നത്. അദ്ദേഹം അഡ്മിഷന് ഞങ്ങൾ പോയി നിൽക്കുന്നു. അച്ഛൻ എന്നെ അടുത്ത് വിളിച്ചു, അമ്മയും വിളിച്ചു. എന്നിട്ട് അച്ഛൻ അമ്മയോട് പറഞ്ഞു, ഇവൻ ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇത്രേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇവനിവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവൻ്റെ ഇതൊക്കെ കണ്ടില്ലേ മാർക്കുകളൊക്കെ. അതുമല്ല വേറെ 1-2 കാര്യം പറഞ്ഞത്, പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കോളേജുകളും പഠിത്തത്തിൽ പിറകിൽ നിൽക്കുന്ന ചില കോളേജും അതൊക്കെ ഒരു ലേബലാണെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തിയെ ചിലർ കാണുന്ന കാഴ്ചപ്പാടും വലിയ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അവാർഡുകളൊക്കെ വാങ്ങിച്ചിറങ്ങുന്ന വ്യക്തിയെ ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാടും 2 കണ്ണുകളിലൂടെയാണെന്ന് എനിക്ക് പണ്ടറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴറിയാം. അപ്പം അതുകൊണ്ട് ഇവന് ഇവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പം അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണ് നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ ഒഴുകി കണ്ണിലൂടെ ഇറങ്ങി വീഴുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം ആദ്യമായി പിടച്ചത് അന്നാണ്, സത്യം. അതിനു മുമ്പ് അമ്മയുടെ കീറ പാവാടയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഴുകി വിരിച്ചിരിക്കുന്നത്. അമ്മ നല്ല ഡ്രസ്സ് പോലും വാങ്ങി ഉടുക്കാറില്ല, കാരണം പൈസ എനിക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഒരു കല്യാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ലൈഫിനെക്കുറിച്ചോ അമ്മ നോക്കിയിട്ടില്ല. ലീവ് പോലും എടുക്കാതെ ത്രൂ ഔട്ട് ജോലിക്ക് പോകുന്ന ഒരമ്മയാണ്. ആ കണ്ണുനീര് എന്നിലൊരു ഭയങ്കര മാനസാന്തരം ഉണ്ടാക്കി. വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുദേവൻ പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. നിനക്കൊന്നും മാനസാന്തരം വരുന്നില്ല എങ്കിൽ നിനക്കൊരിക്കലും സ്വർഗം ലഭിക്കില്ല എന്നൊരു വചനം. ഈ സ്വർഗം എന്ന് പറയുന്നത് ആ ആകാശത്തുള്ളൊരു അല്ലെങ്കിൽ ദൈവസന്നിധിയിലുള്ളൊരു സ്വർഗമായിട്ടല്ല ഞാനിപ്പോൾ കാണുന്നത്. ജീവിത വിജയത്തെയും നമുക്ക് സ്വർഗമെന്ന് പറയാം. ജീവിത വിജയത്തെ സ്വർഗമെന്നും ജീവിത പരാജയത്തെ നരകമെന്നും നമുക്ക് ഇവിടെ പറയാം. അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ അന്വേഷിച്ച് നടക്കുന്നവർ അത് അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട,
നിങ്ങളുടെ ഇടയിൽ തന്നെ ആദ്യമുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷെ അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ കാല് പിടിച്ചു. ഞാൻ കൊട്ടാരത്തിൽ അച്ഛൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, അച്ഛോ, എനിക്ക് അഡ്മിഷൻ ഇവിടെ തരികയാണെങ്കിൽ ഞാൻ ഒരു ക്ലാസ്സും കട്ട് ചെയ്തിട്ടില്ല, ഞാൻ അച്ഛന് ഒരു വിഷമവും ഉണ്ടാക്കത്തില്ല, ഉറപ്പായി ഞാൻ ഫുൾ ക്ലാസ്സുകളും കയറിയിരിക്കും എന്ന് അന്ന് അച്ഛന് ഞാൻ വാക്ക് കൊടുത്തു. ആ ഒരൊറ്റ വാക്കും അമ്മയുടെ കണ്ണുനീരും ഞങ്ങളുടെ കഷ്ടാവസ്ഥയെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് കൊട്ടാരത്തിൽ എന്ന് പറയുന്ന അച്ഛൻ എനിക്ക് മാർ വെന്നീസ് കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ തന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ബാക്കി പലരെയൊക്കെ പരിചയപ്പെട്ടു, പല ക്ലാസ്സിലെയും പലരെയൊക്കെ പരിചയപ്പെട്ടപ്പം എന്നെക്കാൾ പഠിക്കാത്തവന്മാരും എന്നെക്കാൾ ഉഴപ്പന്മാരും മക്കി വില്ലന്മാരും എല്ലാ ടൈപ്പുകളും പിന്നെ ഭയങ്കര പഠിപ്പിച്ചുകളും ഒക്കെ ചുറ്റുവട്ടത്തുണ്ടെന്നുള്ള കാര്യം ഞാൻ കണ്ടു, അറിഞ്ഞു. അവരൊക്കെ നമ്മൾ കൂട്ടായി. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ കുടുങ്ങി. പക്ഷെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക്, അത് ദൈവാനുഗ്രഹത്താൽ പാലിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു. അങ്ങനെ മാർ വെന്നീസ് കോളേജിൽ നിന്ന് BSc ഡിഗ്രി ഹൈ ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പാസ്സായി എന്ന് മാത്രമല്ല, ബോറൻ ചില ഡിഗ്രി ക്ലാസ്സുകളുണ്ട്, ചില ക്ലാസ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകൾ, അങ്ങനെയൊക്കെയുള്ള പല ക്ലാസ്സുകളിൽ കുറേ പേര് കട്ട് ചെയ്ത് കറങ്ങും. അച്ഛനെപ്പോഴും കറങ്ങി നടക്കും, എന്നാലും അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് കുറേ പേര് ക്ലാസ് കട്ട് ചെയ്യുമ്പോഴും ഞാൻ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ ആ 3 വർഷം ഞാൻ ക്ലാസ് കട്ട് ചെയ്യാതെ, ഒരു പീരീഡ് പോലും ഞാൻ ക്ലാസ് കട്ട് ചെയ്യാതെ ഞാൻ 100% 100% അറ്റൻഡൻസ് വാങ്ങിച്ചപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ മെഴ്സി ജോൺ എന്ന് പറയുന്ന ടീച്ചറാണ്. ടീച്ചർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ അമ്മ എന്നാണ് വിളിക്കുക, പോകാറുണ്ട്. പട്ടം സെൻറ്റ് മേരി സ്കൂളിൻ്റെ ബാക്കിലാണ് ടീച്ചർ താമസിക്കുന്നത്. ടീച്ചറിൻ്റെ അടുത്ത് പോയി കാലൊക്കെ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ ടീച്ചറമ്മ ഇത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ സന്തോഷിക്കും. അപ്പോൾ മെഴ്സി ടീച്ചർ അന്നൊരു അവാർഡ് ഏർപ്പെടുത്തി. 100% അറ്റൻഡൻസ് വാങ്ങിക്കുന്ന കുട്ടിക്ക് എൻ്റെ വക ഒരു അവാർഡും ഉണ്ടാകുമെന്ന്. അങ്ങനെ മാർ വെന്നീസിൽ നിന്ന് 100% ഡിഗ്രിയുടെ ആ ഫൈനൽ റിസൾട്ടിനോടൊപ്പം അവാർഡ് വാങ്ങിച്ചു. മെഴ്സി ടീച്ചർ എനിക്കൊരു വലിയ നിലവിളക്കായിരുന്നു ഗിഫ്റ്റായിട്ട് തന്നത്. ഞാൻ ഈ സമ്മാനം എനിക്ക് പ്രിൻസിപ്പൽ അച്ഛൻ തോമസ് കൊട്ടാരത്തിൽ അച്ഛൻ തരുമ്പം അതിന് മുമ്പ് തന്നെ അച്ഛൻ അത് അറിഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ വക ഒരു അവാർഡ് സർട്ടിഫിക്കറ്റും തന്നു. ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് ട്രിവാൻഡ്രം ഫിഷർമെൻ ഫെഡറേഷനിലൊരു ജോലിയും കൂടെ കിട്ടി കേട്ടോ. എന്തായാലും അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വീട്ടിൽ ഫ്രെയിം ചെയ്ത് അത് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അച്ഛൻ നല്ല വാക്കുകൾ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാലുള്ള ഗുണം. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഹാർഡ് വർക്കർ, അച്ഛനും അമ്മയും പഠിച്ചിട്ടില്ലെങ്കിലും മക്കൾ ഹാർഡ് വർക്ക് ചെയ്താൽ അവർക്ക് വിജയങ്ങൾ നേടാൻ പറ്റുമെന്ന് എൻ്റെ ഡിഗ്രി ക്ലാസ്സിലൂടെയാണ് ഞാൻ തുടങ്ങുന്നത്. ആ മാർ വെന്നീസ് ആയിരുന്നു, മാർ വെന്നീസ് കോളേജാണ് ആ ഒരു ടേണിംഗ് പോയിൻറ്റും. ഹൈ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് അവിടെ നിന്ന് ഡിഗ്രി പാസ്സായി. പിന്നെ എനിക്ക് MSc കേരള യൂണിവേഴ്സിറ്റിയുടെ പന്തളം NSS കോളേജിലാണ് കിട്ടിയത്. അവിടെ വന്നപ്പോഴോ മറ്റു കോളേജുകളിലെ ടോപ്പുകളെല്ലാമാണ് അവിടെ വന്നിരിക്കുന്നത്, പഠിപ്പിസ്റ്റുകളുടെ ഉസ്താദുമാർ. ഞാനാണെങ്കിൽ ഇത്തിരി ഉഴപ്പനും കൂടെയാണ്, പക്ഷെ പഠിക്കുന്ന ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോഴും മാർ വെന്നീസിൽ വെച്ചിട്ടും ഞാൻ സ്റ്റേജ് ഐറ്റംസ് പങ്കെടുത്തിരുന്നു. മനു വർമ്മ, താര കല്യാൺ, ഇവരെല്ലാം നമ്മുടെ സമകാലീനരായിരുന്നു. അവരോടൊപ്പമൊക്കെ പല പ്രോഗ്രാം സ്റ്റേജിൽ അവതരിപ്പിക്കാനും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഒക്കെ പങ്കെടുക്കാനും ഒക്കെ ഭാഗ്യം കിട്ടി. കുറേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ MScക്ക് കിട്ടിയപ്പോൾ പിന്നെ പഠിത്തത്തിൻ്റെ ലൈനിലേക്കായി. എന്നാലും പന്തളം NSSൽ സ്റ്റേജിൽ കുറേ പ്രോഗ്രാംസ് ഞാൻ അവതരിപ്പിച്ചു. അത് ഞാൻ പ്രത്യേകം പെർമിഷൻ ചോദിച്ചിട്ട് MScക്കാരെയൊന്നും അങ്ങനെ വിടാറില്ല. എന്തായാലും കുറേ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മേടിക്കുകയും അതിനോടൊപ്പം ഹാർഡ് വർക്കും ചെയ്തു. MScക്ക് പന്തളം NSSൽ എൻ്റെ കൂടെ പഠിക്കുന്ന പഠിപ്പിസ്റ്റുകളുടെ പഠിത്തം കണ്ടിട്ട് അന്തമിട്ട് ഞാൻ പഠിച്ചു പോയിട്ടാണ് MScക്ക് കേരള യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ ഒരു കൗൺസിലറായിട്ട് എൻ്റെ കൗൺസിലിംഗ് ഷോ 2000-ഓളം കൗൺസിലിംഗ് ഷോകൾ ഞാൻ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് നടത്തി. അപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് തന്നെ പലപ്പോഴും പലരും പറഞ്ഞിരുന്നതിന് കാരണം, അല്ലെങ്കിൽ ഈ കൗൺസിലിങ്ങിലും മോട്ടിവേഷനിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ജീവിതാനുഭവം തന്നെയാണ്. ആക്ച്വലി നാളിതുവരെ ഇത്രയും വിശാലമായിട്ട് ഒരു ചാനലിലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ അവസരം ഉണ്ടായിട്ടില്ല. ആർക്കും എൻ്റെ പച്ചയായ ജീവിതത്തെക്കുറിച്ച് അറിയണമെന്ന് തോന്നിയിട്ടും ഇല്ല.